السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ, കർമ്മശാസ്ത്ര നിയമങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന നിയമങ്ങൾ എന്ന ഒരു പഠന പരമ്പരയാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഏത് വിഷയത്തിലും ഇസ്ലാമിൽ ചില തത്വങ്ങൾ തീർച്ചയായും ഉണ്ടാവും. ഇസ്ലാമിൻ്റെ തന്നെ തത്വങ്ങളാണ് അർക്കാനുൽ ഈമാൻ, അർക്കാനുൽ ഇസ്ലാം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5 എന്നിവ മൊത്തം ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. എന്നതുപോലെ ഏത് വിജ്ഞാന ശാഖ എടുത്താലും അതിലെല്ലാം ചില ഖാഇദകൾ, അടിസ്ഥാന നിയമങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി അവർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഒരു ഹദീസ് സ്വീകരിക്കുന്നിടത്ത് ചില ഖാഇദകളുണ്ട്, ഒരു ഹദീസ് വ്യാഖ്യാനിക്കുന്നിടത്ത് ചില ഖാഇദകളുണ്ട്. ഖവാഇദു ഫഹ്മി സുന്ന എന്ന പേരിൽ ഒരു ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതെങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്, അത് വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു ഹദീസ് വ്യാഖ്യാനം നൽകാൻ പാടുള്ളൂ. ഖുർആൻ തഫ്സീർ ചെയ്യുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ അവിടെയും പാലിക്കേണ്ടുന്ന ചില നിയമങ്ങളുണ്ട്. അല്ലാതെ ആർക്കും കയറി ഖുർആൻ പരിഭാഷ ചെയ്യുക, ആരും കയറി ഖുർആൻ തഫ്സീർ ചെയ്യുക എന്നുണ്ടാവില്ല, അത് പാടില്ല. അതിന് പാലിക്കേണ്ട കുറേ തത്വങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനങ്ങൾ പറയാനും അത് വ്യാഖ്യാനിക്കാനുമെല്ലാം വകുപ്പുള്ളത്. എന്നതുപോലെ തന്നെയാണ് ഇസ്ലാമിലെ ഫിഖ്ഹിയായ കാര്യങ്ങൾ, കർമ്മശാസ്ത്ര മേഖലകൾ, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ ഫിഖ്ഹ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇബാദാത്തുകൾ, അതേപോലെ കച്ചവടങ്ങൾ, കൊടുക്കൽ വാങ്ങൽ, പണയം, കടം, വായ്പ തുടങ്ങിയ മുഅമലാത്ത്, ക്രയവിക്രയങ്ങൾ, ഇതാണ് ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ്? ഒരു കച്ചവടം എപ്പോഴാണ് ഹലാലാവുക, എപ്പോഴാണ് ഹറാമാവുക? ഒരാൾക്ക് ഒരു കാര്യം പണയം വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ? കടം വാങ്ങിയാൽ, വായ്പ വാങ്ങിയാൽ അവിടെ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്? നിക്കാഹിൽ വലിയില്ലാതെ നിക്കാഹ് ചെയ്താൽ നിക്കാഹ് സ്വഹിയാകുമോ ഇല്ലേ? ആരാണ് വലിയ? ഭർത്താവിനുണ്ടാവേണ്ട നിബന്ധന എന്താണ്? മഹർ എന്താണ്? എങ്ങനെയാണ് മഹർ നൽകിയില്ലെങ്കിൽ എന്താണ്? തുടങ്ങിയ വിശാലമായ ഒരു ഏരിയയാണ് ഫിഖ്ഹ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഫിഖ്ഹി നിയമങ്ങളെല്ലാം ചില അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇബാദത്താണെങ്കിലും ശരി, മുഅമലാത്ത് ക്രയവിക്രയങ്ങളാണെങ്കിലും ശരി, അതെല്ലാം ചില അടിസ്ഥാന തത്വങ്ങളിലാണ് സ്ഥാപിതമായിരിക്കുന്നത്.
ആ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഫിഖ്ഹിൽ നിയമങ്ങളുള്ളൂ. ഏത് വിഷയമെടുത്താലും, ഫിഖ്ഹിലെ ഏത് നിയമമെടുത്താലും ആ നിയമങ്ങളെല്ലാം ഈ ഖാഇദകളിൽ അധിഷ്ഠിതമാണ്. അതാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്നറിയപ്പെടുന്നത്. ഫിഖ്ഹിയായ ഖാഇദകൾ, കർമ്മശാസ്ത്ര അടിസ്ഥാന നിയമങ്ങൾ എന്ന നിലക്ക് അറിയപ്പെടുന്നത് ഇത്തരം ഖാഇദകളെയാണ്. അത് കർമ്മശാസ്ത്രം ഉണ്ടായി വന്ന കാലം മുതൽ തന്നെ ഖാഇദകളും സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. നബിയുടെ കാലത്ത് ഫിഖ്ഹ് വേറെ, ഹദീസ് വേറെ, ഖുർആൻ വേറെ എന്നങ്ങനെ പ്രത്യേകം വിജ്ഞാന ശാഖയാക്കി വേർതിരിച്ചിട്ടില്ല. അന്ന് നബിയാണ് മുഅല്ലിം, നബിയാണ് സംശയങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ആള്. ആർക്കെന്ത് സംശയം നബിയുടെ അടുത്ത് വരും, ചോദിക്കും, നബി പറഞ്ഞു കൊടുക്കും. അത് നമുക്ക് കഴിഞ്ഞു. പിന്നീടാണ് വിജ്ഞാന ശാഖകളായി വേർതിരിഞ്ഞത്. ഫിഖ്ഹ് എന്ന നിലക്ക് ഒരു വിജ്ഞാന ശാഖയായി വന്നത് അബൂ ഹനീഫ ഇമാം റഹിമഹുള്ളയോട് കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കർമ്മശാസ്ത്രം, നിദാനശാസ്ത്രം, ഉസൂലുൽ ഫിഖ്ഹ്, അത് ഇമാം ഷാഫി റഹിമഹുള്ളയാണ് അതിനൊരു തുടക്കമിട്ട ഒന്നാമത്തെ പണ്ഡിതൻ. അവരൊക്കെ തന്നെയും ഇത്തരം ഖാഇദകളെ പാലിച്ചുകൊണ്ടാണ് ഫിഖ്ഹി നിയമങ്ങൾ അവർ മനസ്സിലാക്കിയത്. പിന്നീട് ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന നിലക്ക് ധാരാളം പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതി. പദ്യമായും ഗദ്യമായും ഒക്കെ എഴുതപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അങ്ങനെ എഴുതപ്പെട്ട ആധുനിക കാലത്ത് ജീവിച്ച പണ്ഡിതന്റെ ഒരു ഗ്രന്ഥമാണ് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്ന അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ ഒരു കൊച്ചു ഗ്രന്ഥം. സൗദി അറേബ്യയിൽ ജീവിച്ച് അവിടുത്തെ സൗദി അറേബ്യയിലെ ഉനൈസ എന്ന ഈ പ്രദേശത്ത് ജനിച്ച് വലിയ സേവനങ്ങൾ ചെയ്ത് ധാരാളം വിജ്ഞാന ശാഖകളുടെ അവഗാഹം നേടി മഹാപണ്ഡിതനായി മാറി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി അങ്ങനെ ജീവിച്ച് വഫാത്തായി പോയ പണ്ഡിതനാണ് അബ്ദുറഹ്മാൻ അസ്സഅദി എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ്. തഫ്സീർ അസ്സഅദി നമ്മൾ കേൾക്കുന്നുണ്ടാവും. തഫ്സീർ അസ്സഅദി അത് ഇദ്ദേഹത്തിൻ്റെ തഫ്സീറാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ഉസ്താദാണ് അദ്ദേഹം. ഇക്കാലത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുന്ന ആളാണല്ലോ ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൂടിയാണ് ഇമാം സഅദി. അദ്ദേഹം ഫിഖ്ഹിൽ, അതേപോലെ ഉസൂൽ ഫിഖ്ഹ്, കർമ്മശാസ്ത്ര, നിദാനശാസ്ത്രത്തിൽ, ഹദീസിൽ, തഫ്സീറിൽ, അഖീദയിൽ, അറബി ഭാഷയിൽ എല്ലാം വലിയ പ്രാവീണ്യമുള്ള ആളായിരുന്നു ഇമാം സഅദി റഹിമഹുല്ലാഹ്. ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, പല വിജ്ഞാന ശാഖകളിലായിക്കൊണ്ട്. അറബി ഭാഷ എത്ര വലിയ പ്രാവീണ്യമുള്ള നല്ല ഒരു ഭാഷാ വിദഗ്ധൻ കൂടിയായിരുന്നു ഇമാം സഅദി റഹിമഹുല്ലാഹ്. ഹിജ്റ 1307 അദ്ദേഹം ജനിച്ചത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ഇപ്പം 1446 1307 അദ്ദേഹം ജനിച്ചു. 1376 69-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഖസീമാണ് അദ്ദേഹത്തിൻ്റെ നാട്. അവിടെയാണ് അദ്ദേഹം ജീവിച്ചത്, അവിടെയാണ് വളർന്നത്, അവിടെയാണ് സേവനം ചെയ്തത്. അതുകൊണ്ട് അല്ലാമത്തുൽ ഖസീം എന്ന് പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുണ്ട്. ഖസീമിലെ മഹാപണ്ഡിതൻ എന്ന അപരനാമത്തിൽ കൂടി ഇമാം സഅദി റഹിമഹുല്ലാഹ് അറിയപ്പെടാറുണ്ട്. അദ്ദേഹം കവിതാ രൂപത്തിലാണ് ഈ ഖാഇദകളെ ക്രോഡീകരിച്ചത്. മൻലൂമ, നളുമായിക്കൊണ്ട്, കവിതകളായിക്കൊണ്ട് അദ്ദേഹം ഇത്തരം ഖാഇദകളെ മുഴുവൻ അദ്ദേഹം ക്രോഡീകരിച്ചു. അതിനുശേഷം ആ കവിതകൾക്ക് അദ്ദേഹം തന്നെ വ്യാഖ്യാനവും നൽകി. അദ്ദേഹം ക്രോഡീകരിച്ച കവിതയ്ക്ക് അദ്ദേഹം തന്നെ വ്യാഖ്യാനവും എഴുതി. അത് രണ്ടും ഒന്നിച്ച് നമുക്ക് ലഭ്യമാണ്. മൻലൂമ അതിന് കവിതയായിക്കൊണ്ടും അത് ശറഹ് വ്യാഖ്യാനമായിക്കൊണ്ടും അദ്ദേഹം തന്നെ രചന നിർവഹിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്താണ് കർമ്മശാസ്ത്രത്തിലെ അടിസ്ഥാന ഖാഇദകൾ എന്നു പഠിക്കാനാണ് നാം ഈ ക്ലാസ് പരമ്പര ഉദ്ദേശിക്കുന്നത്. അന്നത്തെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ പ്രഗത്ഭ്യമുള്ള മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആൾ കൂടിയായിരുന്നു ഇമാം സഅദി റഹിമഹുല്ലാഹ്. അഖീദയിൽ വലിയ കണിശത അദ്ദേഹം കാണിച്ചു.
അന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാരുമായൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ബന്ധങ്ങൾ നിലനിർത്തി. അന്നത്തെ ഭരണാധികാരികളുമായും ആ നിലക്കുള്ള ദീനിയായ ബന്ധം അദ്ദേഹം നിലനിർത്തി. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിലായിക്കൊണ്ട് അദ്ദേഹം രചിച്ചു. ധാരാളം കവിതകൾ അദ്ദേഹം സ്വന്തമായി രചന നിർവഹിച്ചു. ഇങ്ങനെ ഒരുപാട് ആസാറുകളെ, ശേഷിപ്പുകളെ ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹം ജീവിതം അവസാനിച്ച് യാത്ര പോകുന്നത്. ഇന്നും ലോകാടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്തെ മതവിദ്യാർത്ഥികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദിലടക്കം ലോകത്തെ വ്യത്യസ്തമായ ജാമിഅകളിൽ ദീനു പഠിക്കുന്ന തുല്ലാബുൽ ഇൽമ് അശ്ശറഈ, ശർഈയായ ഇൽമു പഠിക്കാൻ മുന്നോട്ട് വരുന്ന മതവിദ്യാർത്ഥികളൊക്കെ ഇമാം സഅദിയുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാതെ പോകുന്നില്ല. ആ നിലയ്ക്കുള്ള ഖബൂലിയത്ത്, ഒരു സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് ലോകവ്യാപകമായി നമ്മൾ കാണുന്നു. അല്ലാഹു തആല എല്ലാ കിതാബുകൾക്കും ഖബൂലിയത്ത് നൽകാറില്ല. ഖബൂലിയത്ത് പ്രധാനപ്പെട്ട ഒന്നാണ്. വ്യക്തികൾക്ക് ഖബൂലിയത്ത് ഉണ്ടാകും, ഗ്രന്ഥങ്ങൾക്ക് ഖബൂലിയത്ത് ഉണ്ടാകും, സ്ഥാപനങ്ങൾക്ക് ഖബൂലിയത്ത് ഉണ്ടാകും. അതേപോലെ ദീനിയായ പരിശ്രമങ്ങൾ ഏതാണെങ്കിലും ആ പരിശ്രമങ്ങൾക്കെല്ലാം ഖബൂലിയത്ത് പ്രധാനമാണ്. ചില കിതാബുകൾ വലിയ വ്യാപകമായി അംഗീകരിക്കപ്പെട്ട കിതാബുകളുണ്ട്. ഒരുപക്ഷെ അതേ ഗ്രന്ഥകർത്താവ് എഴുതിയ മറ്റു പല ഗ്രന്ഥങ്ങൾക്ക് അത്ര സ്വീകാര്യത പക്ഷെ കിട്ടിക്കൊള്ളണം എന്നില്ല. പ്രധാനമായി റിയാദുസ് സ്വാലിഹീൻ, ഹദീസ് സമാഹാരമാണ്. നവവി ഇമാം റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വക അതിൽ കാര്യമായിട്ടൊന്നുമില്ല. അദ്ദേഹം ഹദീസ് അങ്ങനെ ക്രോഡീകരിച്ചു പോകുന്നതാണ്. പക്ഷെ വലിയ സ്വീകാര്യത കിട്ടി. ലോകത്ത് ഒട്ടനവധി ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തന്നെ അൽ അർബഊൻ നബവിയ്യ, ഇമാം നബവിയുടെ 40 ഹദീസുകൾ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു സമാഹാരം, 40 ഹദീസ് അദ്ദേഹം ക്രോഡീകരിച്ചതാണ്. മുസ്ലിം ഉമ്മത്തിന് നിത്യജീവിതത്തിൽ ആവശ്യമായ വ്യത്യസ്തമായ തലങ്ങളെ പ്രതിപാദിക്കുന്ന 40 ഹദീസുകൾ ക്രോഡീകരിച്ചതാണ് അർബഊൻ നബവിയ്യ. വലിയ സ്വീകാര്യത കിട്ടി. ലോകത്ത് ധാരാളം ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അങ്ങനെ സ്വീകാര്യത ലഭിച്ച ഗ്രന്ഥങ്ങളാണ്. അഖീദത്തു ത്വഹാവിയ്യ വലിയ സ്വീകാര്യത ലഭിച്ച അഖീദ ഗ്രന്ഥമാണ്. അഖീദ വാസിത്തിയ്യ, ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹയുടെ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അഖീദത്തു വാസിത്തിയ്യ. ഇങ്ങനെ പല ഗ്രന്ഥങ്ങൾ, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ്, ഇങ്ങനെയൊക്കെയുള്ള പല ഗ്രന്ഥങ്ങളും വ്യാപകമായി ഉമ്മത്ത് സ്വീകരിച്ച, ലോകത്തൊന്നാകെ അത് അംഗീകരിച്ചു പോരുന്ന, ദീനു പഠിക്കുന്ന ഏത് സ്ഥാപനങ്ങളിലും അതൊരു സിലബസിന്റെ ഭാഗമായോ അല്ലാതെയോ ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന തരത്തിൽ ഖബൂലിയത്ത്, സ്വീകാര്യത എന്നത് പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ ഒരു അടയാളമാണ് ഖബൂലിയത്ത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നുവെന്നതിനുള്ള അടയാളമായി ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് ഭൂമിയിൽ ഒരു ഖബൂൽ, ഒരു സ്വീകാര്യത നിശ്ചയിക്കപ്പെടുക എന്നത് അള്ളാഹു തആല ഒരു അടിമയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇമാം സഅദിയുടെ ഗ്രന്ഥങ്ങൾക്ക് വലിയ സ്വീകാര്യത നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ബാക്കി അള്ളാഹുവിനെ അറിയാം. എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് നമുക്കിവിടെ പഠനവിധേയമാക്കാൻ ഉള്ളത്. വളരെ കുറഞ്ഞ വാചകങ്ങളിൽ, കുറഞ്ഞ കവിതകളിൽ അദ്ദേഹം ഫിഖ്ഹിന്റെ എല്ലാ തത്വങ്ങളെയും എല്ലാ നിയമങ്ങളെയും അദ്ദേഹം കായികകളാക്കി, അടിസ്ഥാന നിയമങ്ങളാക്കി അദ്ദേഹം ക്രോഡീകരിച്ചു. അദ്ദേഹം തന്നെ അതിന് വ്യാഖ്യാനം നൽകുകയും ചെയ്തു. ആദ്യത്തെ 5-6 വചനങ്ങൾ ഹംദും സ്വലാത്തും സലാമും ഒക്കെയാണ്. ഏത് ഖൈറും ആരംഭിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്, ഹംദ് കൊണ്ടാണ്, സ്വലാത്ത് കൊണ്ടാണ്, സലാമ് കൊണ്ടാണ്. അതൊരു അദബാണ്. സംസാരമാണെങ്കിലും എഴുത്താണെങ്കിലും ഒക്കെ ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി തുടങ്ങുക എന്നത് ബറക്കത്തിനുള്ള കാരണമാണ്, ഒരു അദബിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആദ്യ വരികളൊക്കെ ആ ഒരു ഹംദും സ്വലാത്തുമാണ്. അദ്ദേഹം ആരംഭിച്ചത് അൽഹംദുലില്ലാഹിൽ അലിയിൽ അർഫഖി വജാമിഇൽ അശ്യാഇ വൽ മുഫർരിഖി എന്നാണ് ഒന്നാമത്തെ വരി. അൽഹംദുലില്ലാഹിൽ അലിയിൽ അർഫഖി വജാമിഇൽ അശ്യാഇ വൽ മുഫർരിഖി, അഥവാ അൽഹംദുലില്ലാഹ്, അല്ലാഹു തആലാക്കാവുന്ന സർവ സ്തുതിയും. അൽ അലി, ഉന്നതനായ ഔന്നത്യമുടയവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽ അർഫഖി, അങ്ങേറ്റം റഫീഖ് ഉടയവനായ, റിഫ്ഖുള്ളവനായ, റിഫ്ഖ് കാരുണ്യം, ദയ, സാവകാശം, അവധാനത,
എന്നൊക്കെയാണ് സാധാരണ റിഫ്ഖ് എന്ന വാക്കിന് അർത്ഥം പറയാവുന്നത്. അള്ളാഹു റഫീഖാണ്, റിഫ്ഖുള്ളവനാണ്. ഏത് കാര്യത്തിലും അള്ളാഹു തആലക്ക് അവൻ്റെതായ റിഫ്ഖ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. മാത്രമല്ല റബ്ബിൻ്റെ സൃഷ്ടിപ്പിൽ അവൻ്റെ മറ്റു കാര്യങ്ങളിൽ എല്ലാം അള്ളാഹു തആല ആ റിഫ്ഖ് കാണിച്ചിട്ടുണ്ട്. ഏതൊരു റിഫ്ഖ് ഉണ്ടായാൽ അതതിന് അലങ്കാരമാണ് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. ഏത് വിഷയത്തിലും ഒരു റിഫ്ഖോട് കൂടി സാവകാശം ചെയ്യുന്നുവെങ്കിൽ അതിന് ബറക്കത്തുണ്ട്, അത് ഖൈറാണ്, അത് അലങ്കാരമാണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്നു. അതല്ല ആ റിഫ്ഖ് ഒഴിവായി കഴിഞ്ഞാൽ അതിന് അപമാനമാണ്, അതിനത് നശിപ്പിക്കും എന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഈ വരിക്ക് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, വഖദ് അദ്ഹറ സുബ്ഹാനഹു ലിഇബാദിഹി മിൻ ആസാരി റിഫ്ഖിഹി, അവൻ്റെ റിഫ്ഖിൻ്റെ അടയാളങ്ങൾ അല്ലാഹു തആല ധാരാളമായി ഇവിടെ അടിമകൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, ആകാശഭൂമികളെ 6 ദിവസം കൊണ്ട് അല്ലാഹു തആല സൃഷ്ടിച്ചുവെന്ന് കാണാൻ പറ്റും. അല്ലാഹു തആലക്ക് ഒരു സംഘം സൃഷ്ടിക്കാൻ 6 ദിവസം ആവശ്യം ചെല്ലും. കുൻ ഫയകുൻ, ഉണ്ടാവട്ടെ പറഞ്ഞാൽ അതുണ്ടാകും. എന്നിട്ടും അല്ലാഹു തആല 6 ദിവസം കൊണ്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. അതേപോലെ മനുഷ്യൻ, മറ്റു ജീവികൾ, സസ്യങ്ങൾ, വ്യത്യസ്തമായ ഇനങ്ങൾ, ഇതൊക്കെ ഘട്ടം ഘട്ടമായാണ് സൃഷ്ടിപ്പ്. ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു പിതാവിൻ്റെ മുതുകിൽ നിന്ന് മാതാവിൻ്റെ ഗർഭശത്തിലേക്ക് വന്ന് അവിടെ 9 മാസം കടന്ന് ഓരോ ഘട്ടങ്ങൾ താണ്ടി പിന്നെ ജനിച്ചു വളർന്നു വന്ന് അങ്ങനെയാണ് മനുഷ്യനായി മാറുന്നത്. അല്ലാഹു തആലക്ക് വേണമെങ്കിൽ ഒരു ഒത്ത മനുഷ്യൻ ഉണ്ടാകട്ടെ വിചാരിച്ചാൽ മനുഷ്യന്മാരുണ്ടായി വരില്ലേ? ഈ ഘട്ടമൊന്നും വേണ്ടല്ലോ. ഈ ഗർഭകാലവും മുലയൂട്ടലും അതേപോലെ മറ്റു പ്രയാസങ്ങളും ഇതൊന്നും ആവശ്യമില്ല. സൃഷ്ടിപ്പിൽ അല്ലാഹു തആല അങ്ങനെ ഒരു അവധാനത അല്ലാഹു വെച്ചു. സസ്യങ്ങളാവട്ടെ ഒരു ചെറിയ വിത്തായി പിന്നെ മുളച്ച് അത് മെല്ലെ 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 ഉയർന്നു വന്ന് പിന്നെ കാലം കൊണ്ടത് വലിയ മരമായി മാറുന്നു. പടച്ച റബ്ബിന് വേണമെങ്കിൽ അവിടെ ഒരു മരമുണ്ടാകട്ടെ വിചാരിച്ചാൽ അതുണ്ടാവും. ഇങ്ങനെ ഓരോന്നും ഘട്ടം ഘട്ടമായി ഉണ്ടാകുന്നു. അല്ലാഹു തആല മഅ ഖുദ്റതിഹി അലാ തക്മീലിഹാ ഫീ ലഹ്ള, ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം പരിപൂർണമായ രൂപത്തിൽ ഉണ്ടാക്കാൻ അല്ലാഹു തആല കഴിവുള്ളവനാണ്. എന്നിട്ടുമല്ല ഇങ്ങനെ സൃഷ്ടിച്ചു, ഇങ്ങനെ വ്യവസ്ഥ വെച്ചു. അതെന്താണ്? വലാകിന്നഹു റഫീഖുൻ ഹകീം, അല്ലാഹു റഫീഖാണ്, അല്ലാഹു ഹകീമാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, തത്വജ്ഞാനിയാണ്, റിഫ്ഖുള്ളവനാണ്. അതുകൊണ്ട് ആ ഒരു അവധാനത അതിൻ്റെ ഭാഗമാണ് സൃഷ്ടിപ്പ് അല്ലാഹു തആല ഇങ്ങനെ നിശ്ചയിച്ചത് എന്നാണ്. അതവൻ്റെ ഖുദ്റത്തും ഹിക്മത്തും തമ്മിൽ എതിരാകാത്ത രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് അത് എന്ന് കൂടി അല്ലാഹു തആല പിന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ശൈഖ് പ്രത്യേകമായി എടുത്തു പറയുന്നു. അപ്പൊ അല്ലാഹു അലിയാണ്, അർഫഖ്, ഏറ്റവും വലിയ റിഫ്ഖുള്ളവനാണ്. മാത്രമല്ല ജാമിഉൽ അശ്യാഇ വൽ മുഫർരിഖി, കാര്യങ്ങൾ ജംഅ് ചെയ്യുന്നവനും തഫ്രീഖ് ചെയ്യുന്നവനുമാകുന്നു എന്നാണ്. കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവനാണ് അല്ലാഹു തആല. അതേപോലെ കാര്യങ്ങളെ വേർപിരിക്കുന്നവൻ, വിഭജിക്കുന്നവനാണ് അല്ലാഹു തആല എന്നാണ്. റബ്ബിൻ്റെ ചെയ്തികളിൽ, സൃഷ്ടികളിൽ ആ ഒരു സവിശേഷതയും കാണാൻ പറ്റും. ചിലത് അല്ലാഹു തആല സംയോജിപ്പിക്കുന്നു, ചിലത് അല്ലാഹു തആല വേർതിരിക്കുന്നു. കമാ ജമഅ ഫീ ഖൽഖിഹി ഫീ കൗനിഹി ഖലഖഹു, അപ്പോൾ സൃഷ്ടികൾ എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതൊരു പൊതുവായ കാര്യമാണ്. എല്ലാം അല്ലാഹു പഠിച്ചതാണ്. റിസ്ക് നൽകി അല്ലാഹു തആല. എന്നാൽ അതേ സമയം അതേ സൃഷ്ടികൾ തന്നെ വ്യത്യസ്ത രൂപത്തിലാക്കി. അതിൻ്റെ നിറം, അതിൻ്റെ രീതി, അതിൻ്റെ നീളം, അതിൻ്റെ വണ്ണം, അതിൻ്റെ സ്വഭാവം, ഇങ്ങനെ തുടങ്ങി ഓരോന്നിലും വഫർറഖ ബൈനഹും ഫിൽ അഷ്കാരി വസ്സുവരി വത്തൂരി വൽഖിസരി വസ്സവാദി വൽബയാദി വൽഹുസ്നി വൽഖുബ്ഹി വഗൈരി ദാലിക മിനസ് സിഫാത്ത്, വ്യത്യസ്തമായ വിശേഷണങ്ങൾ. ചിലത് ഒരു രൂപം, വേറെ രൂപം. മനുഷ്യന്മാർ തന്നെ, മനുഷ്യൻ അല്ലാഹു പഠിച്ചു. അല്ലാഹു പഠിച്ചു എന്നതർത്ഥം മനുഷ്യന്മാരൊക്കെ ഒന്നാണ്. എന്നാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. ഒരാളുടെ രൂപമല്ല മറ്റൊരാൾക്ക്, ഒരാളുടെ നീളമല്ല മറ്റൊരാൾക്ക്, ഒരാളുടെ നിറമല്ല വേറൊരാൾക്ക്. ഇങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തമാണ്. അതാണ് ജാമിഉൽ അശ്യാഇ വൽ മുഫർരിഖി, വസ്തുക്കളെ, കാര്യങ്ങളെ യോജിപ്പിക്കുന്നവനും വേർതിരിക്കുന്നവനുമായ അല്ലാഹു തആല അവനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ ചില വിശേഷണങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. ഒന്നാമത്തെ വരി അൽഹംദുലില്ലാഹിൽ അലിയിൽ അർഫഖി വജാമിഉൽ അശ്യാഇ വൽ മുഫർരിഖി, അത് ഹംദാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വീണ്ടും അല്ലാഹുവിനെ പറ്റി അദ്ദേഹം തുറന്നു പറയുന്നു, ദിന്നിഅമിൽ വാസിഅത്തിൽ ഗസീറ വൽ ഹികമിൽ ബാഹിറത്തിൽ കസീറ,
അതോടൊപ്പം അല്ലാഹു തആല നിഅമത്തുടയവനാണ്. അല്ലാഹ് അനുഗ്രഹമുടയവനാണ്. അല്ലാഹു തആല തന്റെ സൃഷ്ടികൾക്കെല്ലാം അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നു. അൽ വാസിഅ അൽ ഗലീസ അൽ ഗസീറ, ധാരാളമുള്ള വിശാലമായ നിഅമത്തുടയവനാകുന്നു അല്ലാഹു തആല. വൽ ഹികമിൽ ബാഹിറത്തിൽ കസീറ, ധാരാളമുള്ള വമ്പിച്ച ബൃഹത്തായ ധാരാളം തത്വങ്ങളെ ഉൾക്കൊള്ളുന്നവരുമാകുന്നു അല്ലാഹു തആല. അപ്പൊ റബ്ബ് വെറുതെ സൃഷ്ടിച്ചു വിട്ടതല്ല, പടപ്പുകളെ വെറുതെ പടച്ചതല്ല. അല്ലാഹു തആലക്ക് അതിലെല്ലാം ഹിക്മത്തുണ്ട്, അതെല്ലാം വ്യവസ്ഥാപിതമായി ചെയ്തു. ധാരാളം നിഅമത്തുകളെ അല്ലാഹു തആല അതിലെല്ലാം നൽകുകയും ചെയ്തു. റബ്ബിന്റെ സൃഷ്ടിപ്പ്, ഒരു പ്രപഞ്ചം, അതേക്കുറിച്ച് ആലോചിച്ചാൽ ഈ അജായിബ് അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നു. ومن نظر في هذا الكون وعجائبه وسمائه وأرضه وشمسه وقمره وكواكبه وفصوله وحيوانه, റബ്ബിന്റെ സൃഷ്ടിപ്പ്, ആകാശം, ഭൂമി, കരയും കടലും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും, അതേപോലെ ഇവിടുത്തെ വ്യത്യസ്തമായ കാലങ്ങൾ, ഇവിടുത്തെ ജീവജാലങ്ങൾ, പിന്നെ ചെടികൾ, വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ തുടങ്ങി ഓരോന്നും എടുത്താൽ ധാരാളം അത്ഭുതങ്ങളെ അവയിലെല്ലാം കാണാൻ കഴിയും. എന്ന് വേണ്ട, ഒരു മനുഷ്യൻ തന്നെ പറ്റി ആലോചിച്ചാൽ പോലും മനുഷ്യന്റെ ശരീരം, അവന്റെ ഘടന, അവന്റെ ഓരോ അവയവങ്ങൾ, അതിലെ രീതികൾ, ഇതൊക്കെ റബ്ബിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ മനുഷ്യർക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഉടയവനാണ് അല്ലാഹു തആല. അവനാകുന്നു സർവസ്തുതിയും. അപ്പൊ അല്ലാഹ് റിഫ്ഖുള്ളവനാണ്, അലിയാണ്, നിഅമത്തുടയവനാണ്, അതേപോലെ ഹിക്മത്തുടയവനാണ്. അങ്ങനെയുള്ള റബ്ബിനാകുന്നു സർവസ്തുതിയും. അതാണ് ആദ്യത്തെ 2 വരി ഹംദാണ്. പിന്നെയുള്ള 2 വരി സ്വലാത്താണ്. ثم الصلاة مع سلام دائم على الرسول القرشي الخاتم. ثم الصلاة مع سلام دائم, പിന്നീട് റബ്ബിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ, മഅ സലാമിൻ, സലാമോടൊപ്പം. അപ്പൊ സ്വലാത്തും സലാമും ദായിമിൻ, ദായിമായ നിലക്ക്, നിത്യമായ നിലക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. അല റസൂലിൽ ഖുറശിയിൽ ഖാതമി, ഖുറൈശിയായ റസൂലിന്, ഖാതമായ അവസാന പ്രവാചകനായ, പ്രവാചകത്വമുദ്രയായ ഖുറൈശിയായ പ്രവാചകർക്ക് അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. സ്വലാത്ത് റബ്ബിന്റെ പ്രശംസയാണ്, സലാമ് റബ്ബിന്റെ സുരക്ഷയാണ്, കാവലാണ്. ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അതാ സലാം. ശർറിൽ നിന്നുള്ള കാവൽ, അതാ സലാം എന്ന് പറയാം. സ്വലാത്ത് റബ്ബിന്റെ ദാനമാണ്, ഔദാര്യമാണ്. അപ്പൊ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അതാണ് സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ, ദായിമിൻ, ദായിമായിക്കൊണ്ട്, നിത്യമായ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ആർക്ക്? അല റസൂലിൽ ഖുറശിയിൽ ഖാതമി, ഖുറൈശിയായ പ്രവാചക പരിസമാപ്തി കുറിച്ച ആ പ്രവാചകർക്ക് ഉണ്ടാവട്ടെ. വആലിഹി വസ്വഹ്ബിഹിൽ അബ്റാരി അൽഹായിസി മറാത്തിബൽ ഫഖാരി, അതോടൊപ്പം വആലിഹി വസ്വഹ്ബിഹി, നബിയുടെ കുടുംബത്തിലും നബിയുടെ സ്വഹാബിമാർക്കും ആ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അൽ അബ്റാർ, പുണ്യവാന്മാരായ, പുണ്യവാന്മാരായ ആദുൻ നബി വഅസ്ഹാബുൻ നബി, അതാണ് വആലിഹി വസ്വഹ്ബിഹി. ആദുൻ നബി, നബിയുടെ കുടുംബം. ആദുൻ നബി, നബിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ നബിയെ ദീനിൽ പിൻപറ്റിയവർക്കെല്ലാം വിശാലാർത്ഥത്തിൽ ആദുൻ നബി എന്ന് പറയാം. ഇവിടെ ഭാര്യമാർ, ഇവിടെ മക്കൾ, നബിയുടെ വിധവപുത്രന്മാർ, ഇവരൊക്കെ ആദുൻ നബിയാണ്, അഹ്ലു ബൈത്ത് നിലയ്ക്ക്. എന്നാൽ അത്ബാഉൻ നബി, നബിയെ പിന്തുടർന്നവർ എന്ന അർത്ഥത്തിൽ ഖിയാമത്ത് വരെ നബിയുടെ പാത സ്വീകരിച്ചവർക്കൊക്കെ നബിയുടെ ആളുകൾ എന്ന അർത്ഥത്തിൽ ആദുൻ നബി എന്ന് പറയാം. അതോടൊപ്പം സ്വഹബിഹി, നബിയുടെ സ്വഹാബിമാരും, അവർക്കും അല്ലാഹു തആല സ്വലാത്തും സലാമും നൽകട്ടെ. അവരൊക്കെ അബ്റാറാണ്, പുണ്യവാന്മാരാണ്, എല്ലാ മർത്തബകളെയും നേടിയവരാകുന്നു അവർ. നന്മയുടെ, മേന്മയുടെ മർത്തബകൾ, സ്ഥാനമാനങ്ങളെല്ലാം നേടിയ നബിയുടെ സ്വഹാബിമാരും നബിയുടെ ആളുകളും അനുയായികളുമായവർ, അവർക്കെല്ലാം അല്ലാഹു സ്വലാത്തും സലാമും ചൊരിയട്ടെ. ഇതാണ് ഹംദും സ്വലാത്തും. 4 വരി കൊണ്ട് ഹംദും സ്വലാത്തും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഈ നളുമിന്റെ, ഈ കവിയുടെ പ്രത്യേകത, ഓരോ വരിയും അതിന്റെ ആദ്യ പകുതി ഏത് അക്ഷരത്തിൽ അവസാനിക്കുന്നുവോ അതേ അക്ഷരത്തിൽ 2ാം പകുതിയും അവസാനിക്കുന്നതാണ്. 1ാമത്തെ വരി അവിടെ മീമാണ്,
അലർ റസൂലിൽ ഖുറശയ്യിൽ ഖാതമി, അവിടെ മീമിലാണ് അവസാനിച്ചത്. അപ്പോൾ ഓരോ വരിയുടെയും ഒന്നാമത്തെ പകുതി സ്വദർ എന്ന് പറയും. ആ സ്വദർ ഏത് അക്ഷരത്തിൽ അവസാനിച്ചുവോ അതേ അക്ഷരത്തിൽ അതിന് രണ്ടാം പകുതി അജസും അവസാനിക്കുന്നു. അതാണ് ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകത. അതൊരു ഭാഷയിലുള്ള പ്രാവീണ്യമുള്ള ചെയ്യാൻ കഴിയുള്ളൂ. അറബി ഭാഷയിൽ കവിത നിയമങ്ങളിൽ എല്ലാം അത്രയേറെ പ്രാവീണ്യമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ കവിത ക്രോഡീകരിക്കാൻ സാധിക്കുക. രണ്ടാമത്തെ രണ്ടും അവസാനിച്ചത് റായിലാണ്. പിന്നെ ആമുഖമാണ്. ഹിന്ദു ശാസ്ത്രം കഴിഞ്ഞിട്ട് ഒരു ആമുഖം, തൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അദ്ദേഹം അവിടെ ഒരു ആമുഖമായി കൊണ്ട് ചില കാര്യങ്ങൾ നമ്മോട് പറയുകയാണ്. അഥവാ നീ അറിയണം, നീ അറിയണം. വായിക്കുന്ന ആളോട് അദ്ദേഹം പറയും, നീ അറിയണം, മനസ്സിലാക്കണം. ഹുദീത, നിനക്ക് നിർമാർഗം ലഭിക്കട്ടെ. അന്ന അഫ്ളൽ മിനൻ, ഏറ്റവും ശ്രേഷ്ഠമായ റബ്ബിന്റെ നിഅമത്ത്. മിന്നത്ത്, മിന്നത്ത് ഒരു ബഹുവചനമാണ് മിനൻ. അഫ്ളൽ മിനൻ, റബ്ബ് ചെയ്ത നിഅമത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിഅമത്ത് ഇൽമുൻ, അറിവാകുന്നു എന്ന് നീ അറിയണം. അള്ളാഹു അടിമകൾക്ക് ഒരുപാട് നിഅമത്ത് കൊടുക്കലുണ്ട്. ആരോഗ്യം നിഅമത്താണ്, ശരീരം നിഅമത്താണ്, സമ്പത്ത് നിഅമത്താണ്, സന്താനങ്ങൾ നിഅമത്താണ്. ഇങ്ങനെ ഒട്ടനവധി നിഅമത്തുകളെ അള്ളാഹു തആല അടിമകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും അഫ്ളലായ നിഅമത്ത് ഇൽമുൻ, അറിവാകുന്നതാണ്. അപ്പോൾ ഒരു അടിമക്ക് ലഭിക്കാവുന്ന നിഅമത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിഅമത്ത് എന്നത് ഇൽമാണ്, അറിവാണ്. ഏത് അറിവ്? യുസീലു ശക്ക അൻക വദ്ദറൻ, ഏതെങ്കിലും അറിവല്ല. യുസീലു ശക്ക അൻക, ശക്കുകളെ, സംശയങ്ങളെ ഇല്ലാതാക്കുന്ന അറിവ്, സംശയങ്ങളെ ഇല്ലാതാക്കുന്ന അറിവ്. വദ്ദറൻ, അതേപോലെ എല്ലാ പോരായ്മകളെയും എല്ലാ കേടുകളെയും ഇല്ലാതാക്കുന്ന അറിവ്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. ഒരു മനുഷ്യന് രണ്ട് രൂപത്തിലാണ് തകരാറുണ്ടാവുക. ഒന്ന് ശുബ്ഹാത്ത്, മറ്റൊന്ന് ശഹവാത്ത്. ശുബ്ഹാത്ത്, ആശയക്കുഴപ്പമുണ്ടാവും. അറിവില്ലാതെ പോകുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും, ശുബ്ഹാത്ത് ഉണ്ടാവും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ശുബ്ഹാത്തും ശഹവാത്തുമാണ് ഏറ്റവും വലിയ രണ്ട് ഫിത്നകൾ. അപ്പൊ അറിവില്ലായ്മയുണ്ടെങ്കിൽ മനുഷ്യർക്ക് ആശയക്കുഴപ്പങ്ങൾ വരും. അങ്ങനെയാണ് തെറ്റായ വഴിയിലേക്ക്, തെറ്റായ സംഘങ്ങളിലേക്കൊക്കെ മനുഷ്യന്മാർ പോവുക. ഷിയാക്കള്, ഖവാരിജുകള്, മുഅ്തസിലികൾ തുടങ്ങി ഒരുപാട് പിഴച്ച സംഘങ്ങൾ ലോകത്തുണ്ടായി. അതിലൊക്കെ മനുഷ്യന്മാർ ചെന്ന് ചാടുന്നത് ശുബ്ഹാത്ത് വഴിയാണ്, ആശയക്കുഴപ്പങ്ങൾ വഴിയാണ്. ശഹവാത്ത് ദേഹേച്ഛകളാണ്, തെറ്റിനോടുള്ള, തിന്മയോടുള്ള താല്പര്യങ്ങൾ, അങ്ങനെ തെറ്റിന്റെ വഴിക്ക് പോകാനുള്ള താല്പര്യങ്ങൾ, അതാണ് ശഹവാത്ത്. ഈ രണ്ട് ഫിത്നയാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. ഒന്ന് ശഹവത്ത്, മറ്റൊന്ന് ശുബ്ഹത്ത്. ഇത് രണ്ടും ഇല്ലാതാകാൻ ഇൽമു മതി. ശുബ്ഹത്ത് ഇല്ലാതാകാൻ ഏതായാലും ഇൽമു മതി. ശഹവാത്ത് ഒഴിവായി കൽബ് ശുദ്ധിയാവാൻ, കൽബിന് അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് ഒക്കെ കൽബ് ശുദ്ധീകരിക്കാനും ഇൽമാണ് ആവശ്യം. അപ്പൊ അതിന് പര്യാപ്തമായ ഇൽമു ഒരാൾക്ക് ലഭിച്ചാൽ അതാണ് അഫ്ളലുൽ മിന്ന, ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം എന്നത് ഇൽമാണ്. അതാണ് നീ അറിയണം, മിന്നത്തുകളിൽ, നിഅമത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിഅമത്ത് ഇൽമുൻ, അറിവാകുന്നു. യുസീലു ശക്ക അൻക വദ്ദറൻ, സംശയങ്ങൾ, അതേപോലെ തകരാറുകൾ, കേടുപാടുകൾ, പോരായ്മകൾ, അതെല്ലാം ഇല്ലാതാക്കുന്ന അറിവാണ് ഏറ്റവും വലിയ നിഅമത്ത്. വയക്ഷിഫുൽ ഹഖ്ഖ ലിദിൽ ഖുലൂബി വയൂസിലുൽ അബ്ദ ഇലൽ മത്ലൂബി. അതോടൊപ്പം ആ ഇൽമ് മനുഷ്യർക്ക് യക്ഷിഫുൽ ഹഖ്ഖ, ഹഖിനെ വെളിവാക്കുന്ന ഇൽമായിരിക്കണം. കുറേ പഠിച്ചിട്ട് ഹഖ് മാത്രം മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഇൽമുകൊണ്ട് ഉപകാരമൊന്നുമില്ല. ഹക്കിനെ വെളിവാക്കുന്ന, തിന്മയിൽ നിന്ന്, ബാത്തിലായ കാര്യങ്ങളിൽ നിന്ന് ഹക്കിനെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഇൽമ്, അതാണ് ഇൽമ്. അതോടൊപ്പം ഒരു അടിമയെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന അറിവ്, അതാണ് ശരിയായ അറിവ്. ഒരു അറിവ് ശരിയായ അറിവാണോ, നാഫിആയ ഉപകാരപ്രദമായ അറിവാണോ എന്നറിയാൻ
ഉള്ള അടയാളമാണ് ഈ രണ്ട് രോഗം ഇല്ലാതാകണം. ഷഹ്വാത്ത് ഇല്ലാതാകണം, ശുബ്ഹാത്ത് ഇല്ലാതാകണം. അപ്പൊ യഖീൻ ഉണ്ടാവും, ദീനിൽ യഖീൻ ഉണ്ടാകും. ശുബ്ഹാത്ത് പോയാൽ ഈ യഖീൻ ഉണ്ടാകുന്ന, സംശയങ്ങൾ ഇല്ലാതാക്കുന്ന, ശരിയായ ഈമാൻ ഉൾക്കൊള്ളുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന അറിവാണോ, അതാണ് ശരിയായ അറിവ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. ഇമാമുമാരെ നാം ഉണ്ടാക്കി. വജഅൽനാ മിൻഹും അഇമ്മത്തൻ, അവരിൽ നിന്ന് നേതാക്കന്മാരെ, മാതൃകായോഗ്യരായ ആളുകളെ നാം ഉണ്ടാക്കി. യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ അമ്ര പ്രകാരം അവർ വഴി കാണിക്കും. ലമ്മാ സബറു, അവർ ക്ഷമ കൈക്കൊണ്ടപ്പോൾ. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, അവർ നമ്മുടെ ആയത്തുകളിൽ യഖീനുള്ളവരായിരുന്നു, സംശയമില്ലാത്തവർ, യഖീനുള്ളവർ. അപ്പൊ യഖീനാണ് പരിഹാരം. സംശയം രോഗമാണ്, യഖീന് പരിഹാരമാണ്. ആ യഖീൻ ലഭിക്കാൻ ആവശ്യമായത് ഇൽമാണ്. അതുകൊണ്ട് ആ ഇൽമാണ് ഏറ്റവും വലിയ നിഅമത്ത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അവിടെ അദ്ദേഹം അനുബന്ധമായി പറഞ്ഞ മറ്റൊരു കാര്യമാണ് വദറജാത്തുൽ യഖീനി സലാസ്. യഖീന് തന്നെയും 3 രൂപത്തിലാണ്. എല്ലാ യഖീനും ഒരുപോലെയല്ല. യഖീനിൽ തന്നെ 3 ദറജകൾ, ഏറ്റവും വ്യത്യാസങ്ങളായിട്ടുണ്ട്. കുല്ലു വാഹിദത്തിൻ അഅ്ലാ മിനൽ ഉഖ്റാ, ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉന്നതമായ യഖീനാണ്. അതായത് ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ. അതാണ് 3 യഖീനുകൾ. ഒന്ന് ഇൽമുൽ യഖീൻ, 2 ഐനുൽ യഖീൻ, 3 ഹഖ്ഖുൽ യഖീൻ. അതാണ് 3 യഖീനുകൾ. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം തന്നെ പറഞ്ഞ ഉദാഹരണം കാണാം. ഉദാഹരണം നരക സ്വർഗം. സ്വർഗമുണ്ട് നമുക്കറിയാം, സംശയമില്ല. നരകമുണ്ട് നമുക്കറിയാം, ഒരു സംശയമില്ല. അത് ഇൽമുൽ യഖീനാണ്. യഖീനായ ഇൽമാണ് സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നതൊക്കെ ഇൽമുൽ യഖീനാണ്. ഇനി ആ സ്വർഗം കൺകൊണ്ട് കാണുന്ന രംഗമുണ്ട്. മഹ്ശറിക്കെത്തുമ്പോ സ്വർഗം അടുപ്പിക്കപ്പെടും മുത്തഖീങ്ങൾക്ക് എന്ന് പറഞ്ഞു. പഴിച്ചുപോയ ആളുകൾക്ക് നരകം വെളിവാക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നരകം കാണുന്നു, സ്വർഗം കാണുന്നു. അതാണ് ഐനുൽ യഖീൻ, കൺകാഴ്ചയായി കണ്ട് ബോധ്യപ്പെടുന്നു. ഹഖ്ഖുൽ യഖീൻ എന്ന് പറഞ്ഞതോ അത് പ്രവേശിച്ച് അനുഭവിക്കുമ്പോൾ, സ്വർഗത്ത് കയറി അത് അനുഭവിക്കുന്നു, അത് ഹഖ്ഖുൽ യഖീനാണ്. നരകത്ത് പ്രവേശിച്ചു, അത് അനുഭവിക്കുന്നു, അത് ഹഖ്ഖുൽ യഖീനാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ 3 രൂപത്തിലാണ് യഖീൻ. ഒന്ന് ഇൽമുൽ യഖീൻ, 2 ഐനുൽ യഖീൻ, 3 ഹഖ്ഖുൽ യഖീൻ. ഈ യഖീനിലേക്കെല്ലാമുള്ള വഴി അറിവാണ്, ഇൽമാണ്. ശക്കില്ലാതാകുമ്പോഴാണ് യഖീൻ ഉണ്ടാവുക. ശക്കില്ലാതാകാൻ ഇൽമ് വേണം. അതുകൊണ്ട് റബ്ബ് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ഇൽമാകുന്നു. ആ ഇൽമിലൂടെയാണ് യഖീനിലേക്ക് എത്തുക. ആ ഇൽമിലൂടെയാണ് ശക്കില്ലാതാവുക. ആ ഇൽമാണ് മനുഷ്യനെ ഈമാൻ ശരിയാക്കി കൊടുക്കുക. അതുകൊണ്ട് റബ്ബ് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ മിന്നത്ത്, അഫ്ദലുൽ മിനൻ, മിന്നത്ത് ഏറ്റവും ശ്രേഷ്ഠമായ മിന്നത്ത് അൽ ഇൽം, ഇൽമാണ്. ഇൽമുൻ യുസീലു ശക്ക അൻക വദ്ദറൻ, നിനക്ക് ശക്കില്ലാതാക്കുന്ന, ദറനില്ലാതാക്കുന്ന അറിവ്, അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ട് ഫഹ്രിസ് അലാ ഫഹ്മിക ലിൽ ഖവാഇദി ജാമിഅത്തുൽ മസാഇൽ ശവാരിദി. അതിനാൽ ഫഹ്രിസ്, നീ അങ്ങേയറ്റം താല്പര്യം കാണിക്കണം, അലാ ഫഹ്മിക ലിൽ ഖവാഇദി, ഖാഇദകൾ മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കണം. ഖാഇദ, ഒരുപാട് ഇൽമുകൾ സംഗമിച്ചതാണ് ഖാഇദകൾ. ഒരു മസ്അല പഠിക്കുമ്പോഴല്ല ഒരു ഖാഇദ പഠിക്കണം. ഒരു ഖാഇദയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കായ മസ്അലകൾ ഉൾക്കൊള്ളും. ഒരു മസ്അല ഉണ്ടാവും. ഒരു അറിയാതെ വെള്ളം കുടിച്ചാൽ നോമ്പ് പൊളിയുമോ ഇല്ലേ, അതൊരു മസ്അലയാണ്. അത് ചോദിച്ചങ്ങ് പഠിച്ചാൽ അത് മാത്രമേ പഠിയുള്ളൂ, അതിനപ്പുറത്തേക്കില്ല. എന്നാൽ ഈ മസ്അല സ്ഥാപിതമായത് മറ്റൊരു അടിസ്ഥാനത്തിലായിരിക്കും. ആ അടിസ്ഥാനം പഠിച്ചാലോ ഒരുപാട് മസ്അലയ്ക്ക് പിടിച്ചു കിട്ടും. ഇതാണ് ഖാഇദകൾ. അപ്പൊ ഖാഇദ നീ പഠിച്ചോ. ഫഹ്രിസ് അലാ ഫഹ്മിക ലിൽ ഖവാഇദി, ഖാഇദകൾ പഠിക്കാൻ നീ താല്പര്യം കാണിച്ചോ. ജാമിഅത്തുൽ മസാഇൽ ശവാരിദി, അതിൽ വ്യത്യസ്തമായ ധാരാളം മസ്അലകളെ
ജംഇ ചെയ്യുന്നതാണ് ഖായിദകൾ, ഒരുമിച്ച് കൂടുന്നതാണ് എങ്കിൽ അത് പഠിച്ചാൽ ലിതർതഖി ഫിൽ ഇൽമി ഖൈറാ മുർതഖ വതഖ്തഫി സുബുലല്ലദീ ഖദ് മുഫിഖ. ഖായിദകൾ പഠിച്ചാൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകാൻ ഇൽമിന്റെ വിഷയത്തിൽ എനിക്ക് പറ്റുന്നതാണ്. ഇൽമിൽ മേൽപോട്ട് പോകണമെങ്കിൽ, അടിയുറച്ച ആലിമാകണമെങ്കിൽ, തഹ്ഖീഖുള്ള പണ്ഡിതനാകണമെങ്കിൽ കുറച്ച് മസ്ല പഠിച്ചാൽ പോരാ. നമ്മൾ കുറേ പ്രസംഗം കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്രസംഗം കേട്ടിട്ട് അറിവ് ലഭിക്കും. ആ അറിവിലൂടെ ആയത്തിലുള്ള ആലിമായി മാറില്ല. അത് കയറി വന്ന് ആ വിഷയം ഒക്കെ പഠിയും. അത് സംശയം ഉണ്ടെങ്കിൽ ആ പ്രസംഗം ദൂരെ കേൾക്കും. അപ്പോൾ അത് ക്ലിയറായി. ജീവിതത്തിൽ പാലിക്കാൻ ഒരു പക്ഷെ പറ്റിയേക്കാം. അതന്നെ ഒരു പക്ഷെ അതിലും വലിയൊരു ഇൽമുള്ള കണ്ടുമ്പോൾ ചിലപ്പോൾ ഇത് അബദ്ധാന്ന് മനസ്സിലാവും ചെയ്യും. അപ്പൊ ഇൽമിന്റെ മേഖലയിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ കയറിപ്പോകണമെങ്കിൽ ഖായിദകൾ പഠിക്കണം, അടിസ്ഥാന നിയമങ്ങൾ പഠിക്കണം. എങ്കിൽ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്താം. അതേപോലെ നല്ല വഴിയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ആ മാർഗത്തിൽ പിന്തുടരാൻ സാധിക്കുകയും ചെയ്യും. വഹാദിഹി ഖവാഇദുൻ നല്ലംതുഹാ മിൻ കുതുബി അഹ്ലിൽ ഇൽമി ഖദ് ഹസ്സൽതുഹാ. അപ്പൊ ഹംദ് പറഞ്ഞു, സ്വലാത്തും സലാമും പറഞ്ഞു, ആമുഖം പറഞ്ഞു. ഇനി ഈ കിതാബിന്റെ ആമുഖമാണ്. വഹാദിഹി ഖാഇദ ഖവാഇദു, ഇതൊക്കെ ഖായിദകളാണ്. നല്ലംതുഹാ, ഞാൻ കവിതയാക്കി ക്രോഡീകരിച്ച ചില ഖായിദകളാണിത്. മിൻ കുതുബി അഹ്ലിൽ ഇൽമി ഖദ് ഹസ്സൽതുഹാ, പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. സ്വന്തം ഉണ്ടാക്കിയതല്ല, സ്വന്തം ഉണ്ടാക്കിയ ഖായിദകളല്ല. മുൻഗാമികളായ അഹ്ലുസുന്നത്ത് നേതാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ ക്രോഡീകരിച്ച, പ്രതിപാദിച്ച ഖായിദകളെ ജംഇ ചെയ്ത് ക്രോഡീകരിച്ച് കവിതയാക്കിയതാകുന്നു ഞാൻ. ജസാഹുൽ മൗല അലീമൽ അജ്രി വൽ അഫ്വ മഅ ഗുഫ്റാനിഹി വൽ ബിദ്രി. അവർക്കെല്ലാം അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകട്ടെ, അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവർക്കെല്ലാം അല്ലാഹു തആല പുണ്യം നൽകട്ടെ. ആർക്ക്? ആ പണ്ഡിതന്മാർക്ക്. അവരൊക്കെ അന്ന് സേവനം ചെയ്ത് ഇവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇദ്ദേഹത്തെ അതിൽ നിന്ന് ക്രോഡീകരിക്കാൻ പറ്റുന്നത്. നമുക്കോ കുറച്ചുകൂടെ പുറത്തേക്ക് ഇദ്ദേഹം അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് നമുക്കത് ക്യാപ്സ്യൂളായി കൈ കിട്ടിയത്. ഒരുപാട് കിതാബ് റഫർ ചെയ്ത് അദ്ദേഹം ഒന്നുണ്ടാക്കി. നമുക്കിന്ന് ഇത് മാത്രം നോക്കിയാൽ തന്നെ മറ്റതെല്ലാം കിട്ടുന്നു. അപ്പൊ അവർക്കെല്ലാം അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ. ജസാഹുൽ മൗല, മൗലയായ അല്ലാഹ് അവർക്കെല്ലാം പ്രതിഫലം കൊടുക്കട്ടെ. അലീമൽ അജ്രി, വമ്പിച്ച പ്രതിഫലം റബ്ബ് നൽകട്ടെ. വൽ അഫ്വ, മാപ്പ് നൽകട്ടെ. മഅ ഗുഫ്റാനിഹി, മഗ്ഫിറത്തോടു കൂടി തന്നെ. വൽ ബിർരി, പുണ്യവും നൽകട്ടെ. അവർക്കുള്ള പ്രാർത്ഥനയാണ്. അതൊരു നസീഹത്തിന്റെ ബാബാണ്. ഒരു കിതാബ് വായിക്കുമ്പോൾ ആ കിതാബ് എഴുതി ആക്കി വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കിതാബിന് എന്തെങ്കിലും ഉപകാരം കിട്ടിയാൽ അതിന് രചയിതാവിന് വേണ്ടി ദുആ ചെയ്യുക. നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. എല്ലാവരിലേക്കും ഗുണം വരണം, എല്ലാവർക്കും നന്മ കിട്ടണമെന്ന മനസ്സിൽ നിന്നാണ് ആ തേട്ടം ഉണ്ടാവുക. അപ്പൊ ഹംദും സ്വലാത്തും ആമുഖവും പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ 10 വരികൾ അദ്ദേഹം ഇവിടെ പിന്നെ രചിച്ചത്. ഇനി 11ാമത്തെ വരി മുതലാണ് ഖായിദകൾ ആരംഭിക്കുന്നത്. ഫിഖ്ഹിൽ നേരത്തെ പറഞ്ഞ പോലെ ഫിഖ്ഹിലുള്ള ഖായിദകൾ, അടിസ്ഥാന നിയമങ്ങൾ, അത് അദ്ദേഹം ഇനിയുള്ള 11ാമത്തെ വരി മുതൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നു. ഒന്നാമത്തെ വായിച്ച് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ഖായിദ പറഞ്ഞത് വനിയ്യതുനാ ശർത്തുൽ ലിസാഇരിൽ അമൽ ബിഹസ്സലാഹു വൽ ഫസാദു ലിൽ അമൽ. ഒന്നാമത്തെ ഖായിദ നിയ്യതുനാ ശർത്തുൻ, നിയ്യത്ത് ഷർത്താണ്. ലിസാഇരിൽ അമൽ, ലിജമീഇൽ അമൽ, എല്ലാ അമലിനും നിയ്യത്ത് ഷർത്താകുന്നു. അത് അടിസ്ഥാന നിയമമാണ്, ഒരു അടിസ്ഥാന തത്വമാണ്. ഏത് അമലിനും നിയ്യത്ത് വേണം. ബിഹസ്സലാഹു വൽ ഫസാദു ലിൽ അമൽ, ആ നിയ്യത്ത് പ്രകാരമാണ് ഒരു അമൽ ശരിയായതാണോ അത് പിഴച്ചതാണോ എന്നൊക്കെ വേർതിരിക്കാൻ പറ്റുക. ഒരു അമൽ സ്വഹിയാണ് എന്ന് പറയണമെങ്കിൽ നിയ്യത്ത് ശരിയാവും. ആ അമൽ സ്വഹി അല്ല എന്ന് പറയണമെങ്കിൽ നിയ്യത്ത് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിയ്യത്ത് ഷർത്താണ്. അത് നബി തങ്ങൾ പഠിപ്പിച്ച തത്വമാണ്. ഈ തത്വങ്ങൾക്ക് എവിടെ കിട്ടി വെച്ചാൽ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന്. നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഖായിദ ഫിഖ്ഹിലെ ഒന്നാമത്തെ ഖായിദ അതാണ്. ഫിഖ്ഹിലെ ആദ്യത്തെ ഖായിദ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏത് അമലും നിയ്യത്ത് അനുസരിച്ച് മാത്രമാകുന്നു. അത് അദ്ദേഹം പറഞ്ഞ വാക്ക് നിയ്യത്തുനാ ശർത്തുൻ, നിയ്യത്ത് എന്ന് ഷർത്താകുന്നു. ലിസാഇരിൽ അമലി, എല്ലാ അമലിനും
ഷർത്താവുന്ന നിയ്യത്ത്. അല്ല, അതുകൊണ്ടാണ് ഒരു അമലിനെ വേർതിരിക്കാൻ പറ്റുക എന്നാണ്. ഏത് വിഷയത്തിലുമുള്ള ഏതിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഖാഇദ നിയ്യത്ത് വേണം. നിയ്യത്ത് ശരിയായാൽ ഖൗല് ശരിയാവും, അമല് ശരിയാവും. നിയ്യത്ത് ഫസാദായാൽ ഖൗല് മോശമാകും, അമല് മോശമാകും. ഈ നിയ്യത്ത് കൊണ്ട് രണ്ട് നിലയ്ക്ക് അമലിനെ വേർതിരിക്കാൻ പറ്റും. ഒന്ന്, ഇബാദാത്ത് ആയതും അല്ലാത്തതും വേർതിരിക്കൽ നിയ്യത്ത് കൊണ്ടാണ്. ഇബാദത്ത് ആയതും ഇബാദത്ത് അല്ലാത്തതും. ഒരാൾ കൈ കഴുകുന്നു, കൈ കഴുകൽ ഇബാദത്തായ കഴുകലുണ്ട്, അല്ലാത്ത കഴുകലുണ്ട്. ഉതുണ്ടാക്കുമ്പോൾ കൈ കഴുകും, ഉതുണ്ടാക്കുമ്പോൾ മുഖം കഴുകും, ഇതൊരു കഴുകലാണ്. ഭക്ഷണം കഴിച്ച കൈ കഴുകും. ചിലപ്പോൾ പറമ്പിൽ പണിയെടുത്ത് വന്നാൽ കൈ കഴുകും. പണിയെടുത്ത് ചളിയെ വരുമ്പോൾ കൈ കഴുകുന്നു, അത് ഇബാദത്തായ കഴുകലാണോ? അല്ല. ഉദു ചെയ്യുമ്പോൾ കൈ കഴുകലോ? ഇബാദത്തായ കഴുകൽ. രണ്ടും കാണുന്ന ഒരാൾക്ക് ഒരേപോലെ ക്യാമറ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ. ഒന്ന് ഇബാദത്താണ്, മറ്റേ ഇബാദത്തല്ല. അപ്പോൾ രണ്ട് കഴികളിൽ ഒന്ന് ഇബാദത്തായി, ഒന്ന് ഇബാദത്തല്ലാതായി. ഇത് രണ്ടിനെയും വേർതിരിച്ച ഇബാദത്തല്ലാത്ത കഴികളെ ഇബാദത്താക്കി മാറ്റിയത് ഏതാണ്? നിയ്യത്താണ്. അപ്പൊ നിയ്യത്താണ് അമലിനെ അമലാക്കി മാറ്റിയത്. മുബാഹായ ആദിയായ ഒരു കർമ്മത്തെ ഇബാദത്തായ കാര്യമാക്കി മാറ്റിയത് നിയ്യത്താകുന്നു. ഇപ്പൊ നോമ്പ് നോൽക്കാം, ഭക്ഷണം കഴിക്കാതൊക്കെ, വെള്ളം കുടിക്കാതൊക്കെ. എന്നാൽ നോമ്പില്ലാതെയും ഒരാൾ പട്ടിണിയെടുത്തു, നിരാഹാരം നടത്തുന്ന നാട്ടിലൊക്കെ എന്തെങ്കിലും ആനുകൂല്യം നേടിക്കിട്ടാൻ വേണ്ടി സർക്കാർ ഓഫീസ് നിരാഹാരം നടക്കും. അതിന് നോമ്പിന് കൂലിട്ടൂല. ഓണം ചെയ്യുന്നതാണ്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അത് ഇബാദത്തല്ല. അതേ ചെയ്തി നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇബാദത്തായി മാറി. അപ്പോൾ ഇബാദത്തിനെ അല്ലാത്തതിന് വേർതിരിക്കുന്നത് നിയ്യത്താണ്. രണ്ടാമത് ഇബാദത്തുകളിൽ തന്നെ പരസ്പരം വേർതിരിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഫർളാണോ സുന്നത്താണോ? എന്താ വേർതിരിവിന്റെ മാനദണ്ഡം? നിയ്യത്താണ്. ഫർളായാലും കയ്യട്ടും, സുന്നത്തായാലും കയ്യട്ടും. ഫർളായാലും ഫാത്തിഹ ഓതും, സുന്നത്തായാലും ഫാത്തിഹ ഓതും. ഫർളായാലും റുക്കൂഉണ്ട്, സുജൂദുണ്ട്, ഇജ്തിദാലുണ്ട്, സുന്നത്തായാലും അതൊക്കെ ഉണ്ട്. അപ്പൊ ഈ അമല് സുന്നത്താണോ ഫർളാണോ എന്ന് എങ്ങനെ വേർതിരിക്കും? നിയ്യത്ത് കൊണ്ട്. എല്ലാവർക്കും ഉള്ളത് അവൻ ഉദ്ദേശിച്ചതാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ രണ്ട് മർത്തബകൾ നിയ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ട്. അതേപോലെ നിയ്യത്തിന്റെ മർത്തബയിൽപ്പെട്ട മറ്റൊന്നാണ് ഇഖ്ലാസ്. അമലിലുള്ള ഈ ഉദ്ദേശത്തിന് അപ്പുറത്ത് ഇഖ്ലാസ് കൂടി ഉണ്ടാകുമ്പോഴാണ് ആ നിയ്യത്ത് പൂർണ്ണമായി മാറുന്നത്. ഈ അമൽ അല്ലാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക, അതാണ് ഇഖ്ലാസ്. പടച്ച റബ്ബിന് വേണ്ടി മാത്രം, ഒരാൾ കാണാനല്ല, പേര് കിട്ടാനല്ല, പറയാൻ വേണ്ടിയല്ല. അതാണ് ഇഖ്ലാസ്. അത് നിയ്യത്തിൽ അധികമായുള്ള ഒരു കാര്യമാണ്. നിയ്യത്ത് പക്ഷേ ചിലപ്പോൾ ആയിക്കോളുന്നില്ല. അപ്പം ളുഹർ നിസ്കരിക്കാത്ത ഉദ്ദേശമുണ്ട്, അവിടെ പോയി നിസ്കരിച്ചു, നിയ്യത്തോടുണ്ട്. അതോടൊപ്പം അതിനെ കൂടെ അധികമായി ഉണ്ടാവേണ്ട ഒന്നാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ഏത് അമലിനെയും വേർതിരിക്കുന്ന കാര്യം നിയ്യത്താകുന്നു. ഇനി ഹലാലായ കാര്യം പോലും, അനുവദനീയമായ കാര്യം പോലും നിയ്യത്തനുസരിച്ച് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. ഒരാൾ കിടന്നുറങ്ങുന്നു, കിടന്നുറങ്ങിയാൽ കൂലിട്ട് വെച്ചാൽ ഇല്ല. കിടന്നുറങ്ങൽ ഹലാലാണ്, ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം. പക്ഷെ ഇഷാക്ക് ശേഷം ഒരാളിപ്പോ രാത്രി പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പൊ എന്തിനാ ഉറങ്ങുന്നത് വെച്ചാൽ ലേശം ഉറങ്ങിയാലേ ഖിയാമുൽ ലൈലിന് ഒരു ഉന്മേഷം ഉണ്ടാവും. അതിന് നിസ്കാരത്തിൽ ഉറക്കാൻ വരും, അപ്പൊ ശ്രദ്ധ കുറയും. അപ്പൊ നിസ്കാരത്തിന് വേണ്ടത്ര ഒരു ഖുശൂഅ് കിട്ടൂല. അപ്പൊ ഞാൻ 2 മണിക്കൂർ ഉറങ്ങട്ടെ. എന്നാൽ ആ ഒന്ന് ഉറങ്ങിയാണ് എണീറ്റ് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തെ കുറച്ചുകൂടി ഒരു ഉഷാറുണ്ട്. അപ്പോൾ ഉറങ്ങണം എന്തിനാണ്? ഒരു ഇബാദത്തിന് സഹായകമാകാൻ, ഇബാദത്ത് സഹായകമാകാൻ. അപ്പൊ അനുവദനീയമായ കാര്യമാണെങ്കിലും അതിന്റെ ലക്ഷ്യം കുറച്ചുകൂടെ അപ്പുറത്തേക്ക് എത്തി. ഒരു നല്ല കാര്യത്തിനുള്ള ഒരു സഹായകമാകാനാണ് അവൻ ചെയ്തത്. അപ്പൊ അതിന് കൂലിട്ടും. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. തെറ്റായ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അത് തെറ്റിന് സഹായകമാകുന്ന കാര്യമായി മാറുകയും ചെയ്യും. അപ്പൊ മുബാഹായ, ജായിസായ, അനുവദനീയമായ കാര്യങ്ങൾ പോലും നിയ്യത്തടിസ്ഥാനത്തിൽ പലപ്പോഴും അതിൽ മാറ്റം വരും എന്നർത്ഥം. എന്നാൽ ഈ ശറഅ് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിയ്യത്ത് നിർബന്ധമായതുണ്ട്, നിയ്യത്ത് ഇല്ലെങ്കിലും ശരിയാകുന്ന ചില ഏരിയകളുമുണ്ട്.
ശരീഅത്തുള്ള കാര്യങ്ങൾ ചിലത് ചെയ്യാനുള്ളതാണ്, ചിലത് ഒഴിവാക്കാനുള്ളതാണ്. ചിലത് നമ്മൾ ചെയ്യണം, ചിലത് നമ്മൾ ഒഴിവാക്കണം. അതായത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യം, ഒഴിവാക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യം. ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അവിടെ നിയ്യത്ത് നിർബന്ധമാണ്. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ ചിലതൊക്കെ ഒഴിവാക്കിയാൽ മതിയാവും. ഇപ്പൊ മലമൂത്ര വിസർജനം നടത്തിയാൽ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞു. മൂത്രമൊഴിച്ചാൽ കഴുകണം. മൂത്രമൊഴിക്കുമ്പോൾ കഴുകുമ്പോൾ നിയ്യത്ത് വേണോ വെച്ചാലോ? അപ്പൊ നിയ്യത്തില്ലാതെ കഴുകി ശുദ്ധിയാകുമോ? ശുദ്ധിയാകും. അവിടെ ഉദ്ദേശം എന്തേ ഉള്ളൂ? ആ നജസ് നീങ്ങിയാൽ മതി. ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ നജസ് നീങ്ങിയാൽ മതി. അതോട് ശർഈയായിട്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിയ്യത്ത് വേണമെന്നില്ല. കാരണം അവിടെ സംഗതി ഒഴിവാക്കാനാണ് പറഞ്ഞത്. അത്തരം ഘട്ടത്തിൽ നിയ്യത്ത് വേണമെന്നില്ല. ഉത്തരവാദിത്തം ഒഴിവാകാൻ നിയ്യത്തില്ലാതെ തന്നെ നടക്കും. എന്നാൽ കൂലി കിട്ടണമെങ്കിലോ നിയ്യത്ത് വേണം. അത് കൂലി കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. നജസ് ശുദ്ധിയാവാൻ നിയ്യത്ത് വേണം. നില കഴുകി നജസിന്റെ എല്ലാ അടയാളവും ഒഴിവായാൽ ശുദ്ധിയായി. അതും പ്രതിഫലാർഹമായി മാറ്റാൻ കഴിയും അവന് നിയ്യത്തുണ്ടെങ്കിൽ. ഏതാണെങ്കിലും ഏത് രംഗത്തും ഉള്ള അടിസ്ഥാനമാണ് നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഫിഖ്ഹിലെ ഒന്നാമത്തെ ഖാഇദ ഇതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകളെല്ലാം നിയ്യത്തനുസരിച്ചാകുന്നു. ആ നിയ്യത്ത് കൊണ്ടാണ് അമലിനെ അമലാക്കുന്നതും അല്ലാതാക്കുന്നതും, അമലിൽ തന്നെ ഫർളായും സുന്നത്തായും വേർതിരിക്കുന്നതും ഒക്കെ നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നിയ്യത്ത് പ്രധാനമാണ്. നിയ്യത്തില്ലാതെ എന്ത് ചെയ്താലും ആ അമൽ സ്വീകാര്യമായി മാറുകയില്ല. ഇങ്ങനെയുള്ള കുറച്ച് ഖാഇദകളാണ് ശേഷം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ കിതാബ് എഴുതിയ അബ്ദുറഹ്മാൻ സഅദിയെ കുറിച്ച് മനസ്സിലാക്കി. അതേപോലെ എന്താണ് ഖാഇദകൾ എന്ന് പറഞ്ഞു, എന്താണ് ഫിഖ്ഹിന്റെ ഖാഇദ എന്ന് പറഞ്ഞു, എന്താണ് ഫിഖ്ഹ് എന്ന് പറഞ്ഞു. അതേപോലെ ഈ കിതാബിന്റെ ആമുഖം നിലക്ക് ഹംദും സ്വലാത്തും അതേപോലെ പൊതുവായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ദുആ ചെയ്തു. ഒന്നാമത്തെ ഖാഇദ നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലായിക്കൊണ്ട് ബാക്കി പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാം, ഇല്ലെങ്കിൽ അയ്യത്തോളം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യപ്പെടുന്ന എല്ലാ രംഗത്തും നമ്മൾ പാലിക്കേണ്ടുന്ന ചില തത്വങ്ങളാണ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത്. ദീനു പഠിക്കുന്ന മതവിദ്യാർത്ഥികൾ വളരെ ആഴത്തിൽ ഈ വിഷയം പഠിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജാമിയയിലെ സിലബസിലൊക്കെ ഖവായിദുൽ ഫിഖ്ഹിയ എന്നുള്ളത് പ്രത്യേകമായി ഒരു ഭാഗമായി തന്നെ സിലബസിൽ പഠിപ്പിക്കപ്പെടുന്നു. ഭാവിയിൽ ആലിമീങ്ങളായി മാറുമ്പോൾ, അതേപോലെ ഫുഖഹാക്കളായി മാറുമ്പോൾ അവിടെയൊക്കെ ഈ ഭാഗം അറിയാതെ പോകാൻ എന്നാലും നിർവാഹമില്ല. അവിടെ അങ്ങനെ പോകുന്ന ആളുകൾക്ക് നിർബന്ധമായും പഠിക്കണം. സാധാരണക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ചിലപ്പോൾ അറബിയും ഈ വരികളൊന്നും പഠിച്ചില്ലെങ്കിലും ഈ ആശയം അവരും മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ആ നിലക്ക് ദീനു പഠിക്കാൻ നമ്മൾ തയ്യാറാവുക, ദുആ ചെയ്യുക. അല്ലാഹു തആല ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.